വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള അടിച്ചു പൊട്ടിക്കാം, മണിവില്ലോടെ അടിച്ചു പൊട്ടിക്കാം. അപ്പോൾ അവർക്ക് നേരെ വീഡിയോയിൽ എന്റെ അച്ഛൻ മരിച്ചു. വീൽ ചെയറിൽ നിന്ന് വീഴുന്നാണ് മരിച്ചത്. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ മരിച്ചതായിട്ട് നാട്ടുകാരൊന്നും അറിഞ്ഞില്ല. അപ്പൊ അത് പത്രത്തിൽ കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് അതിന്റെ നിയമം? പത്രത്തിൽ കൊടുക്കണമെങ്കിൽ ഏതാണ്ട് ഒരു വാക്കിനാണ്ട് 100 രൂപയാ. ഒരു വാക്കിന് 100 രൂപ. അപ്പൊ അച്ഛൻ മരിച്ചു എന്ന് കൊടുത്താൽ മതി? അല്ല, അത് പറ്റത്തില്ല. മിനിമം ഒരു 5 വാക്കിനോടല്ലേ പത്രക്കാർ എടുക്കുള്ളൂ. അങ്ങനെയുണ്ടോ? അപ്പൊ അച്ഛൻ മരിച്ചു, വീൽ ചെയർ വിൽപ്പനയ്ക്ക് എന്ന് കൊടുത്താലോ? അത് കൊള്ളാം. ഒന്ന് മൂത്രം ഒഴിക്കാൻ പോണം. പിടിക്കണോ? ഞാൻ പിടിച്ചോളാം, കൂടെ വന്നാൽ മതി. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ ഇവിടെ ഈ ബാക്കിൽ മൂലയിൽ ഈ പാവക്കോല കിടക്കുന്നുണ്ടോ? ഇതാണ് കേരളം. കേരളത്തിന്റെ ഈ സൈഡ് ഇത് എറണാകുളം വരും. ഇതാണ് എറണാകുളം. എറണാകുളത്ത് എവിടെ വീട്? എന്റെ വീട് കാക്കനാട് ഏത് ഭാഗത്ത്? നമ്മളെ ഇതില്ലേ മറ്റേ വ്യവസായ മേഖലയുടെ വ്യവസായ മേഖല ഇങ്ങനെ പടർന്നു കിടക്കണാണ്. ഇതിന്റെ ഈ സൈഡിലായിട്ട് വരും എന്റെ വീട്. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പോലീസ് പൊക്കിയേ ഈ സാറ് പൊക്കി തന്നെ സാറിന് സ്ഥലം മാറ്റി. പച്ചടിക്ക് പായും കിച്ചടിക്ക് കീയും. മറക്കാൻ പറ്റാത്ത കാര്യം, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഗേൾസ് കോളേജിലാണ് പഠിക്കുന്നത്. സാറായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ലേഡീസ് ആണ്. ഇത് നിന്റെ നിക്കറിനെയാണെന്ന് എനിക്ക് കൺഫേം ആണ്. കൺഫേം ആണ്. എങ്ങനെ? 3 ഹോളുണ്ട് നിക്കറില്. നോക്കട്ടെ, 3 ഹോളുണ്ടെന്ന് പരിശോധിച്ചു നോക്ക്. നോക്ക്. ഇത് ഇവന്റെ നിക്കറ് തന്നെ. ഇട്ട ആ സമയം പോലെ കടി കാണിക്കും. ചൊറിച്ചിലോടെ ചൊറിച്ചില്. ടിക്ടോക്ക് കളിക്കാൻ മാത്രം പോരാ, കഴിവണം തുണി വല്ലപ്പോഴും. ഞാൻ പറയണോ? ചൊറിച്ചില് മാറി വെച്ചിട്ട് വെള്ളരിക്കതേക്ക്. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്. പശുവിനെ കുറിച്ച് ഏറ്റവും സെറ്റ് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എനിക്കൊരു സംശയം. എന്താണ്? സംശയമല്ല, അറിയാനുള്ള ആഗ്രഹം. ആഗ്രഹം കൊണ്ട് ചോദിച്ചോളൂ. ഈ പശു കണ്ടിട്ടില്ല? ഇല്ല, അതെങ്ങനെയാണെന്ന് കോമഡിയാണോ ചിരിക്കുന്നത്? അല്ല, അത് എത്ര ലാഘവത്തോടെ ഞാൻ കാണുന്നു എന്നുള്ളതാണ് ആ ചിരിയിൽ നീ മനസ്സിലാക്കേണ്ടത്. ഒന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് പ്രസവം കണ്ട ആളാണ്. ഈ പശു പ്രസവിക്കുമ്പോൾ ആദ്യം പശുക്കിടാവിന്റെ തലയാണ് പുറത്തേക്ക് വരുന്നത്. തല പുറത്തേക്ക് വരും. കേട്ടോ. അത് കഴിഞ്ഞ് കൈ പുറത്തേക്ക് വരും. കൈ പുറത്തേക്ക് വരും. അത് കഴിഞ്ഞ് ഉടല് പുറത്തേക്ക് വരും. അതിനുശേഷം കാല് പുറത്തേക്ക് വരും. പിന്നെയാണ് വാല് പുറത്തേക്ക് വരുന്നത്. പ്ലക്ക് എന്നും പറഞ്ഞു വരും. ആണല്ലേ? ഇതെല്ലാം കൂടെ ഒന്നിപ്പിക്കുന്നപ്പോഴാണ്. ഞാൻ പറയുന്നു, നമ്മുടെ കുഞ്ഞ് ആരാധകൻ, ഇഷ്ടപ്പെടുന്ന എൻ്റെ ആരാധകരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ജനങ്ങൾക്ക് കൊടുക്കൂലേ? തീർച്ചയായിട്ടും. വെറൈറ്റി മാത്രമേ അംഗീകരിക്കുള്ളൂ. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.